എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 അനിഴം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷങ്ങളാണ് ഉണ്ടാകുക എന്നതിനെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 2025 അനിഴം നക്ഷത്രക്കാർക്ക് അധിക കാലവും ഗുണപ്രദമായിരിക്കും. എന്നാൽ അവസാന ഭാഗം കൊണ്ട് അല്പം ക്ലേശ സമയവും ആയിരിക്കും. ജനുവരി മാസം പൊതുവെ അനുഭവങ്ങൾ ഗുണസമ്പന്നമായിരിക്കും. പ്രവർത്തനങ്ങളിലൊക്കെ ഉന്മേഷമായ അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നതാണ്. തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പാക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. വാദപ്രതിവാദങ്ങൾ വഴി എന്തെങ്കിലും ഒക്കെ ദോഷങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതുപോലെ സാമ്പത്തിക കാര്യത്തിലും ആരെങ്കിലും പൈസയൊക്കെ തരാനുണ്ടെങ്കിൽ അതിനൊക്കെ അല്പം കാലതാമസമൊക്കെ നേരിട്ടേക്കാം ജനുവരി മാസത്തിൽ. തൊഴിൽപരമായും സാമാന്യം ഭേദപ്പെട്ട മാസം തന്നെയാണ് ജനുവരി മാസം. ഫെബ്രുവരി മാസം നല്ല മാസം തന്നെയാണ്. എന്നാൽ ചില അവസരങ്ങളിലൊക്കെ മനസ്സൊക്കെ അല്പം വ്യതിചലിച്ചൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അത് മനസ്സൊക്കെ വ്യതിചലിക്കുന്നത് തൊഴിൽ രംഗത്തൊക്കെ പ്രതിഫലിച്ചേക്കാം. അതുകൊണ്ട് തൊഴിൽ രംഗമൊക്കെ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ തൊഴിൽ രംഗത്തൊക്കെ കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ അല്പം ശ്രദ്ധിക്കണം. എന്നാൽ സാമ്പത്തിക ഉന്നതിയൊക്കെ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ തൊഴിൽ സംബന്ധമായോ അല്ലാതെയൊക്കെ ചില യാത്രകളൊക്കെ ആവശ്യമായി വരുന്നതാണ് ഫെബ്രുവരി മാസത്തിൽ. മാർച്ച് മാസത്തിൽ ആരോഗ്യം അല്പം ബുദ്ധിമുട്ടാകുന്ന മാസമാണ്. അതുപോലെ കുടുംബത്ത് അല്പം ശാന്തി കുറവ്, അഭിവൃദ്ധി കുറവ് ഒക്കെ ഉണ്ടായേക്കാം. എന്തെങ്കിലും ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ അല്പം ക്ലേശാനുഭവങ്ങളൊക്കെ മാർച്ച് മാസത്തിൽ ഉണ്ടായേക്കാം. അതുപോലെ വാഹന സംബന്ധമായുള്ള അറ്റകുറ്റപ്പണികൾക്കായിട്ടൊക്കെ പണം മുടക്കേണ്ടതായി വരുന്ന ഒരു സമയം കൂടിയാണ് മാർച്ച് മാസം. വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിലും അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ സംസാര രീതികളൊക്കെ മാർച്ച് മാസത്തിൽ അല്പം ശ്രദ്ധിക്കണം. ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ അല്പം മനക്ലേശത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അധികം ദോഷം വരാതെ ഇരിക്കാനായി ക്ഷേത്ര ദർശനമൊക്കെ മുടങ്ങാതെ നടത്തുന്നത് നല്ലതാണ്. സാമ്പത്തിക കാര്യത്തിൽ ചിലവുകളൊക്കെ അല്പം നിയന്ത്രിക്കേണ്ടതാണ്. ഏപ്രിൽ മാസം കുടുംബജീവിതത്തിലൊക്കെ ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായേക്കാം. എന്നാൽ വ്യക്തിപരമായ ചില നേട്ടങ്ങളൊക്കെ ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്ന കാലമാണ്. വരുമാന വർധനയ്ക്കൊക്കെ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടപ്പാക്കുന്നതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. കൃഷി ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും കൃഷിയൊക്കെ വളരെ ആദായകരമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നതാണ്. അതുപോലെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും നല്ല സമയം തന്നെയാണ് ഏപ്രിൽ മാസം. അതുപോലെ അല്ലാതെ എന്തെങ്കിലും സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവർക്കും കൂടുതൽ ലാഭമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഏപ്രിൽ മാസം. സംസാര രീതി മാത്രം ഏപ്രിൽ മാസത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. മെയ് മാസത്തിൽ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അല്പം അകന്നു നിൽക്കേണ്ട സമയമാണ്. ഒന്നും രണ്ടും പറഞ്ഞൊക്കെ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അടുത്ത സുഹൃത്തുക്കളിൽ നിന്നൊക്കെ അകൽച്ചകളൊക്കെ അനുഭവപ്പെട്ടേക്കാം. എന്നാൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന മാസമാണ് മെയ് മാസവും. തൊഴിലിലും അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. എങ്കിലും തൊഴിൽ സ്ഥലത്തൊക്കെ സംസാര രീതി, മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയൊക്കെ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ വിവാഹം കഴിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിവാഹത്തിനുള്ള യോഗമൊക്കെ മെയ് മാസത്തിൽ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും വിദ്യാഭ്യാസപരമായ ഉന്നതിയൊക്കെ ഉണ്ടാകുന്നതാണ്. അവർക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകുന്നതാണ്. വിദേശത്തൊക്കെ പോയി വിദ്യാഭ്യാസം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ മെയ് മാസത്തിൽ അതിനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. പുതിയ വീടൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർ, പുതിയ സ്ഥലമൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതിനുള്ള നല്ല സമയവുമാണ് മെയ് മാസം. ജൂൺ മാസത്തിൽ ഉത്സാഹത്തോടു കൂടിയൊക്കെ പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ അനുകൂലമായി തീരുന്നതാണ്. തൊഴിലിലൊക്കെ നല്ല ഉന്നതി വരുന്നതാണ്. ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം, അതുപോലെ സ്ഥാനക്കയറ്റം ഒക്കെ ജൂൺ മാസത്തിൽ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികപരമായും നല്ല ഉന്നതി തന്നെ ഉണ്ടാകുന്നതാണ്. പുതിയ വീടൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്നതാണ്. പുതിയ കച്ചവട സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ സാധിക്കുന്നതാണ്. സ്ഥലം വാങ്ങുക, അതിൽ വീട് വെക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജൂൺ മാസത്തിൽ നടക്കുന്നതാണ്. അതുപോലെ ഈ പൊതു ട്രാൻസ്പോർട്ട് വാഹനങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ജൂൺ മാസത്തിൽ അതിനൊക്കെ നല്ല സമയമാണ്. ജൂൺ മാസത്തിൽ യാത്രകൾ, ജോലി സംബന്ധമായ യാത്രകളുണ്ടാകാം. അതുപോലെ കുടുംബമൊത്ത ഉല്ലാസയാത്രകളൊക്കെ ജൂൺ മാസത്തിൽ ഉണ്ടാകുന്നതാണ്.
പിതാവിൻ്റെയോ അല്ലെങ്കിൽ പിതൃതുല്യരായവരുടെയോ ഒക്കെ അനുഗ്രഹമൊക്കെ ഈ ജൂൺ മാസത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നതാണ്. ജൂലൈ മാസവും അനിഴം നക്ഷത്രക്കാർക്ക് നല്ല സമയം തന്നെയായിരിക്കും. വളരെയധികം ശ്രേഷ്ഠമായി നിൽക്കുന്ന സമയമാണ് ജൂലൈ മാസം. തൊഴിൽ രംഗമൊക്കെ വളരെ ഉന്നതിയോടുകൂടി പോകുന്നതാണ്. അതുപോലെ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജൂലൈ മാസവും നല്ല സമയം തന്നെയാണ്. അതുപോലെ പുതിയ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ PSC വഴിയൊക്കെ ഉള്ള നിയമനങ്ങളൊക്കെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ജൂലൈ മാസത്തിൽ നിയമനം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് അപേക്ഷിച്ചവരാണെങ്കിൽ അവിടെയൊക്കെ ജോലിക്കുള്ള സാധ്യത ജൂലൈ മാസത്തിൽ കാണുന്നുണ്ട്. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും ഒക്കെ വിജയിക്കാനുള്ള സാധ്യതയും ജൂലൈ മാസത്തിൽ കാണുന്നുണ്ട്. അതുപോലെ വിദ്യാർത്ഥികൾക്കാണെങ്കിലും പോകുന്ന പരീക്ഷയ്ക്കൊക്കെ ഉന്നത മാർക്ക് മേടിക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. ഓഗസ്റ്റ് മാസം അത്ര ഒരു ഗുണപ്രദമായിരിക്കില്ല. മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഓഗസ്റ്റ് മാസത്തിൽ സംഭവിച്ചേക്കാം. പല പ്രകാരേണയുള്ള വൈഷമ്യങ്ങളൊക്കെ നിറഞ്ഞതാകും ഈ ഓഗസ്റ്റ് മാസം. അതുപോലെ എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും എന്തെങ്കിലും ഒരു തടസ്സം മുന്നിൽ ഉണ്ടായേക്കാം. അത് ദൈനംദിന കാര്യത്തിലാണെങ്കിൽ പോലും പലവിധ കാരണങ്ങൾ കൊണ്ടൊക്കെ തടസ്സം നേരിട്ടേക്കാം. ഇതൊക്കെ മൂലം മനസ്സിന് വൈഷമ്യമൊക്കെ അനുഭവപ്പെടും. അതുപോലെ സുഹൃത്തുക്കളിൽ നിന്നോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരിൽ നിന്നോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ചതി ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി പോകേണ്ട ഒരു മാസമാണ് ആഗസ്റ്റ് മാസം. പിന്നെ സംസാരം ശ്രദ്ധിക്കണം. വീട്ടിൽ ഇടപെടുന്ന രീതിയൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. സെപ്റ്റംബർ മാസം അനിഴ നക്ഷത്രക്കാർക്ക് നല്ല മാസം തന്നെയാണ്. ആഗസ്റ്റ് മാസത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഈ സെപ്റ്റംബർ മാസത്തേക്ക് മാറിപ്പോകുന്നതാണ്. തൊഴിൽ രംഗമൊക്കെ വളരെ ശോഭനമായി തന്നെ തുടരുന്നതാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഉന്നതിയും പ്രതീക്ഷിക്കാം. ആഗ്രഹിച്ചിരുന്ന തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ കഴിയുന്നതാണ്. പുതിയ പുതിയ ബിസിനസ്സുകളൊക്കെ തുടങ്ങാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും ലക്ഷ്യത്തിനൊത്തൊക്കെ പ്രവർത്തിച്ച് പുതിയ കോഴ്സിലേക്കൊക്കെ അഡ്മിഷനും ഒക്കെയുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിദേശ പഠനമൊക്കെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് വിദേശത്തൊക്കെ പോയി പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് സെപ്റ്റംബർ മാസത്തിൽ. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കും അനുകൂലമായ മാസമാണ് സെപ്റ്റംബർ മാസം. ഒക്ടോബർ മാസം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ മാസവും അവർക്ക് ഗുണപ്രദമായ മാസം തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ നല്ല സമയം തന്നെയാണ്. അതുപോലെ കലാകാരന്മാർക്കും ഗുണപ്രദമായ ഒരു സമയമാണ് ഒക്ടോബർ മാസം. ബിസിനസ് ചെയ്യുന്നവർക്കും ഗുണപ്രദമായ സമയമാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകർക്കും വളരെ അനുകൂലമായ സമയമാണ് ഒക്ടോബർ മാസം. മാസത്തിൻ്റെ മധ്യഭാഗം വരെ കൂടുതൽ ഗുണപ്രദമായിരിക്കും. എന്നാൽ മധ്യഭാഗം കഴിഞ്ഞാൽ അല്പം എന്തെങ്കിലുമൊക്കെ ഒരു മാന്ദ്യം അനുഭവപ്പെടാം, സാമ്പത്തിക മാന്ദ്യം. ഈ മാസത്തിൻ്റെ മധ്യഭാഗം കഴിഞ്ഞാൽ ചിലവിൻ്റെയൊക്കെ കാര്യത്തിലൊക്കെ അല്പം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതാണ്. നവംബർ മാസം പൊതുവെ അത്ര ഒരു മെച്ചമായിരിക്കില്ല. ദശകാല ദോഷാനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്കാണെങ്കിൽ കൂടുതൽ ദുഷ്കരമായിരിക്കും അവസ്ഥ. അതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നം ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് കൂടുതലാകുന്നതാണ്. അതുപോലെ പിതാവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പിതാവിനോ അല്ലെങ്കിൽ പിതൃതുല്യരായവർക്കോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ കാര്യത്തിലൊക്കെ അല്പം ശ്രദ്ധിക്കണം. അതുപോലെ സർക്കാർ ജോലി ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ സമയത്ത് വളരെയൊക്കെ കരുതലോടുകൂടിയൊക്കെ പ്രവർത്തിക്കേണ്ടതാണ്. ഡിസംബർ മാസം ചില ദോഷാനുഭവങ്ങൾ ഒക്കെ ഉണ്ടാകുന്നതാണ്. അത് ഡിസംബറിൻ്റെ ഒരു പകുതിക്ക് ശേഷം ആ ദോഷാനുഭവങ്ങളൊക്കെ മാറി ഗുണാനുഭവങ്ങൾക്കൊക്കെ സാധ്യത ഉണ്ടാകുന്നതാണ്. താൽക്കാലികമായിട്ടൊക്കെയുള്ള എന്തെങ്കിലും ജോലിക്കൊക്കെ അപേക്ഷിച്ചവരാണെങ്കിൽ അതൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ സർക്കാരിൽ നിന്നൊക്കെ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ ഡിസംബർ മാസത്തിൻ്റെ ഒരു പകുതിക്ക് ശേഷം അതൊക്കെ ലഭിക്കാം. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മത്സര പരീക്ഷകളിലൊക്കെ വിജയം ഉണ്ടാകുന്നതാണ്. ഈ മാസത്തിൻ്റെ ആദ്യം അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ മാസത്തിൻ്റെ അവസാനം ആകുമ്പോഴേക്കും കൂടുതൽ ഗുണപ്രദമായി വരുന്നതാണ്. എന്നാലും ഈ ചെറിയ ചെറിയ സാമ്പത്തിക ഞെരുക്കം അല്ലെങ്കിൽ ചിലവുകൾ കൂടുതൽ ഒക്കെ ഈ ഡിസംബർ മാസത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കുടുംബ സ്വത്തുപരമായിട്ടൊക്കെ എന്തെങ്കിലും തർക്കമോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകാം. ഈ കാര്യങ്ങളിലൊക്കെ ഡിസംബർ മാസം ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് അനിഴം നക്ഷത്രക്കാരുടെ 2025 പൊതുവായി വരുന്ന ഫലങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.